ഹായ് ഗായ്സ്, നിങ്ങളുടെ എന്റെയും കയ്യിൽ എല്ലാവരുടെ കയ്യിലും PC, കമ്പ്യൂട്ടർ അങ്ങനെ പല ഐറ്റംസും കാണും. അല്ല, നമ്മളെല്ലാം അതിന്റെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഹാർഡ് ഡിസ്കും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണും. സിനിമ കാണുന്നതും CD, പെൻഡ്രൈവ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യും. പണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോപ്പി ഡിസ്ക് എന്നൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അത് എപ്പോഴാണ് 1967 IBM എന്നൊരു കമ്പനിയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പല കമ്പനീസ് എന്താ പറയുക പലതായിട്ട് ഡെവലപ്പ് ഇപ്പൊ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോ ഹാർഡ് ഡിസ്കും അതിന്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അന്നത്തെ കാലത്ത് ഫ്ലോപ്പി ഡിസ്കിലാണെങ്കിൽ വെറും ഇത്ര കൂടിപ്പോയി 2 MB അതിന്റെ ഒപ്പം നമ്മളെ കൊണ്ട് അതിൽ ഫയൽ സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ടെറാബൈറ്റ്സ് കണക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫയൽസ് ഒക്കെ. പക്ഷെ ഇപ്പൊ പല കമ്പനീസ് എന്താ പറയാ അവരെ ഫയൽസ് ഒക്കെ സേവ് ചെയ്യാനെ കൊണ്ട് അതിന്റേതായിട്ടുള്ള എന്താ പറയാ ഡേറ്റ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ എന്താ പറയാ സോളിഡ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ചിലപ്പോൾ നാളെ സമയം ഡിലീറ്റ് ആയി പോകും. പക്ഷെ അതിന് വേണ്ടി അവർ ബാക്കപ്പിന് വേണ്ടി ടേപ്പ് റെക്കോർഡർ കൂടി യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ വെയിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് ചർച്ച ചെയ്യാമെന്ന് വെച്ചാൽ എന്താ പറയാ ഇതിന്റെ അപ്ഡേറ്റ് ഫ്യൂച്ചർ വിഷനെ കുറിച്ച് പറയാം. മനസ്സിലായ ഫ്യൂച്ചർ എന്താണ്? ടെക്നോളജി അത്രയും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്യൂച്ചർ എന്താണ്? DNA സ്റ്റോറേജ്. DNAയിൽ എങ്ങനെ നമുക്ക് ഫയലിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാര്യം നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ വിട്ടാലോ? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവാരം എന്ന ചാനൽ. IBM കമ്പനി എന്ത് പറയണമെന്ന് വെച്ചാൽ അവരെ അനലൈസ് പറയുന്നത് ഒരു ദിവസം നമ്മുടെ ലോകത്ത് 2.5 ക്വിന്റിലിയൻ ഡേറ്റാസ് ആണ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അതിന് നമുക്ക് അറൌണ്ട് എത്ര പറയാം? 2.5 മില്യൺ ടെറാബൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, ഇത്രയും ഡേറ്റാസ് എവിടെ പോയി സ്റ്റോർ ആവണം? ഇതെല്ലാം ഡേറ്റ സ്റ്റോർ കമ്പനിയിലെ അവരെ സ്റ്റോറേജ് സെക്ഷനിൽ പോയി സ്റ്റോർ ആവും. അതിപ്പോ എക്സാമ്പിൾ എന്താ പറയുക, ഗൂഗിൾ ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, IBM ആയാലും പോലും അവർക്ക് അവരുടേതായിട്ട് ഡേറ്റ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിലെല്ലാത്തിലും എന്താ പറയുക അവർക്ക് അവരുടേതായിട്ട് ഡേറ്റ സെന്റേഴ്സിൽ അവരുടെ ഹാർഡ് ഡിസ്കും സോളിഡ് ഡ്രൈവ് ഉണ്ട്. അവിടെ എല്ലാം ഈ ഫയൽ പോയി സ്റ്റോർ ആവും. അതിപ്പോ ഒരു വലിയ കമ്പനി അതിൻ്റെതായിട്ട് തനി സ്ട്രക്ചറും ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഇത് സ്റ്റോർ ആയിരിക്കും. ഇതിന്റെ ഒരു ബാക്കപ്പിന് വേണ്ടി ഇപ്പോഴും പല കമ്പനീസും ടേപ്പ് റെക്കോർഡർ യൂസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് മെയിൻ്റെനൻസ് ഭയങ്കര ഹൈ കാസ്റ്റ് ആണ്. പക്ഷെ ആ ടെമ്പറേച്ചർ കാരണം ഓരോ ഹാർഡ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ ഹീറ്റ് ആവണമെങ്കിൽ എത്രത്തോളം പ്രശ്നമാവും, എത്രത്തോളം ഫയൽസ് ഡിലീറ്റ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ സ്റ്റോറേജ് ഒക്കെ വെച്ചിരിക്കുമ്പോൾ അതിന് തനിയായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാനും അതിന്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചാൽ മാത്രമേ ആ ഫയൽസ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റൂ. പക്ഷേ ഗൂഗിൾ ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, അവരുടെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനുണ്ട് പല കോടി രൂപ ചെലവാക്കി അതിന്റെ ഡേറ്റാ സെന്റേഴ്സിനെ അതിന്റെ എൻവറോൺമെന്റിനെ അവരെന്താ പറയുക കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഇലക്ട്രിസിറ്റി അതെല്ലാം കൊടുത്ത് അവർ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര ഹൈ കോസ്റ്റ് ആണ്, ഭയങ്കര. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 1 ഗ്രാം DNAയിൽ 215 പെറ്റാബൈറ്റ്സ് ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം 215 പെറ്റാബൈറ്റ്സ് അതെങ്ങനെ നമുക്ക് ഈ വീഡിയോ കാണാം. ഇപ്പം ഏതൊരു കമ്പ്യൂട്ടറിനും ശരി, എന്തൊരു മെഷീൻസ് ആയാലും അതിന്റെ മെഷീൻ ലാംഗ്വേജ് എന്നൊരു സംഭവമുണ്ട്. അതായത് എന്താണ്? ബൈനറി കോഡ്സ് 0യും 1ഉം. അത് മാത്രമേ കമ്പ്യൂട്ടറിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി നമ്മൾ എന്തിനും ഇപ്പൊ ABCD അയച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ശരി, എന്തൊരു ഇമേജ് അയച്ചാലും ശരി, എന്തൊരു ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിൽ കയറ്റിനും ശരി, അത് അതിന്റെ ഒരു ബൈനറി ഫോർമാറ്റിൽ മാത്രമേ കമ്പ്യൂട്ടർ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ. ബൈനറി കോഡാണ് അത് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ DNAയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു കോഡുണ്ട്. ഈ കോഡ് യൂസ് ചെയ്താണ് നമ്മുടെ കണ്ണിന്റെ നിറം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ, നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ, അതായത് പേഴ്സണാലിറ്റി ക്യാരക്ടർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ DNAയിലാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. അതായത് DNAയുടെ കോഡ് യൂസ് ചെയ്താണ് DNAയിൽ സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ DNAയുടെ കോഡിന്റെ അതിൽ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം അതിൽ റെക്കോർഡ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മളെ ഡിജിറ്റൽ ഡേറ്റാസ്, അതായത് ഇപ്പൊ നമ്മളെ ഒരു ഫയല്, വീഡിയോസ് അങ്ങനത്തെ ഡേറ്റയെ കൂടെ നമുക്ക് അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാന്ന് നോക്കിയാൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബൈനറി കോഡ് 0s 1 കൊണ്ടാണ് നമ്മളൊരു ഫയലിനെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഫയൽ ആവുന്നുണ്ടോ, ഫയലായിട്ട് മാറുന്നുണ്ടോ, അതുപോലെ തന്നെ DNAയ്ക്കും അതിൻ്റെതായിട്ട് കോഡുണ്ട്. അതായത് AGCT എന്ന് നമുക്കൊരു 4 ഫോമുലാണ്. അതിന്റെ 4 കോഡിലായിരിക്കും. ആ 4 കോഡും കൂടെ ചേർന്ന് ഓരോ കോമ്പിനേഷൻ ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ബൈനറി കോഡ് നമ്മൾ 0 1 നമ്മൾ അലൈൻ ചെയ്ത് ഓരോ ഫയലായിട്ട് മാറുന്നുണ്ട്, അതുപോലെ തന്നെ ഈ 4 കോമ്പിനേഷനും കൂടെ ചേർന്ന് 4 കോഡും കൂടെ ചേർന്നാണ് 3 ടേം ആയിട്ട് മാറി. ഇപ്പം AGCT ആവാം, അല്ലെങ്കിൽ AGT ആയി മാറാം. അങ്ങനെ 3 ടേം ആയിട്ട് മാറിയാണ് നമുക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നത്, DNA സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. ഇതിൽ നമുക്കൊരു ചെറിയ മാറ്റങ്ങൾ വരും. നമ്മുടെ ഡിജിറ്റൽ ഡേറ്റ ഇതിന്റെ അത് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഈ DNAയുടെ സ്ട്രക്ചർ ഉണ്ട് AGC അല്ലെങ്കിൽ AGT. ഈ സ്ട്രക്ചർ ചേർന്നൊരു ടേം ആണ് കോഡാൻ എന്ന് പറയുന്നത്. ഈ കോഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ സെൽസിനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളെ സെൽസ് ഒക്കെ നമുക്ക് എന്ത് പ്രോട്ടീനാണ് ആവശ്യമുള്ളത് അതെല്ലാം അത് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മളത്. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിന്റെ ബൈനറി കോഡ് ചെയ്യുന്ന ഫയൽ ഉണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരു ടേം മാറ്റങ്ങൾ വരുത്തിയ ഇതേ ടേമിന് ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ ശകല മാറ്റം വരും നമ്മളെ ഫയൽസിനെ ഇൻസെർട്ട് ചെയ്യാം.
1999 ഈ മെത്തേഡ് കോഡാന്റെ മെത്തേഡ് യൂസ് ചെയ്ത് 1999 ന്യൂയോർക്കിലുള്ള കുറെ സയന്റിസ്റ്റ് എല്ലാം നമ്മളെ DNA ഒരു ഡോട്ട് കൊണ്ട് അവർ ഈ മെസ്സേജ് ഒരു ഫയൽ ഇൻസെർട്ട് ചെയ്തു ഇതിനകത്ത്. അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കോഡാണ് ഒരു AGCT അതിന്റെ കോമ്പിനേഷന്റെ ഒരു 3 സെറ്റ് കോമ്പിനേഷൻ. അതിപ്പോ ഇങ്ങനെ ഈ കോഡാണ് എന്ത് വെച്ചാൽ 64 സെറ്റ്, ഇങ്ങനെ 64 കോമ്പിനേഷൻ വരും. ഈ 64 കോമ്പിനേഷൻ ഈ സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ കോമ്പിനേഷനും ചിലത് നമ്പേഴ്സ് യൂസ് ചെയ്തു, ചിലതിനൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് യൂസ് ചെയ്തു, ചിലതിനൊക്കെ നമ്മൾ ഗ്രാമാറ്റിക്കൽ നമ്പേഴ്സ് ഈ പുള്ളി സെമിക്കോളം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തു. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്ത് ഇതിനെല്ലാം കൂടി ചെന്ന് നമ്മുടെ DNA അവർ എൻകോഡ് ചെയ്ത് ആ DNA അതിന്റെ ലൊക്കേഷൻ അവർ മാർക്ക് ചെയ്തു. ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവർക്ക് തന്നെ അവർ തന്നെ മെയിൽ ചെയ്തിട്ടെന്ന് വെച്ചാൽ കുറച്ച് മെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിന് തന്നെ അവർ കറക്റ്റ് ജനറ്റിക്കൽ സ്ട്രക്ചർ യൂസ് ചെയ്ത് ജനറ്റിക് മാർക്കിംഗ് യൂസ് ചെയ്ത് എന്ത് ചെയ്തു, അതിനെ എവിടെയാണ് അവർ കോഡ് ചെയ്തിട്ടുണ്ട് അതിനെ എന്ത് ചെയ്യും കണ്ടെത്തിയിട്ട് അതിനെ ഡീകോഡ് ചെയ്ത് അവർ ആ മെസ്സേജിനെ ഡെലിവറി പുറത്തെടുത്തു. ഇതൊരു സീക്രട്ട് മിഷനാണ്, സീക്രട്ട് ആയിട്ട് ഈ മെസ്സേജിനെ ഡെലിവറി ചെയ്തതാണ്. ഇപ്പൊ നമുക്ക് ഡൗട്ട് വരും, എന്താ പറയാ അവരെന്താ മെസ്സേജാണ് അവർക്ക് എന്താ DNA സ്റ്റോറേജ്. ആ മെസ്സേജ് June 6 ഇൻവേഷൻ : അടുത്ത് നോർമൻഡി, ഇതാണ് ആ മെസ്സേജ്. ഈ മെസ്സേജിനാണ് അവർ സീക്രട്ട് ആയിട്ട് അയച്ചു നോക്കിയത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുമോ എന്ന് അവർ ചെക്ക് ചെയ്ത് അവർ കണ്ടെത്തി. DNA സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇതാവില്ല, ഡിസ്ട്രോയ് ആയി പോലും DNA. ഇപ്പൊ നമ്മളെന്നെ അറിയാന്ന് പറയാം, പല ഈ ഡൈനോസറസിന്റെ DNA കണ്ടെത്തി അങ്ങനെ നമ്മൾ കണ്ടില്ല, അത് എന്ത് മൃഗം കണ്ടില്ല. അപ്പൊ DNAയുടെ ആ ഒരു വർഷം, അതായത് ആ DNA ഈ ലോകത്ത് വിട്ട് ഇറേസ് ആയി പോകേണ്ട വർഷം 512 വർഷം വരെ ആ DNA അതിന്റെ DNAക്ക് അതിന്റെ കോറിന് ഡാമേജ് ആവില്ല. അപ്പൊ നമ്മൾ അതിനകത്തുള്ള ഫയൽസും ഡാമേജ്. പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോ എന്റെ കഴിക്കുന്ന ഫോൺ അയച്ചാൽ നിങ്ങളെ കഴിക്കുന്ന ഫോൺ കമ്പ്യൂട്ടർ അങ്ങനെ പല നമ്മളെ ഹാർഡ് ഡിസ്കും എല്ലാം കൂടി ഒരു 10 വർഷം അതിന്റെ അപ്പുറം കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു എറർ വരും, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വരും, അതിന്റെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. പക്ഷെ DNAക്ക് അങ്ങനെ ഡിലീറ്റ് ആവില്ല. DNAക്ക് നമ്മൾക്ക് ഒരു ഫയൽ ഇപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ അതിന്റെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ DNA 512 വർഷം വരെ ആ DNA ആ മെസ്സേജ് ഡിലീറ്റ് ആവാതിരിക്കും. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ അഡ്വാൻറ്റേജ് നമ്മളെ സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ട് അവർ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ മനസ്സിലായി. ഡീകോഡ് ചെയ്തതിന് എന്താ പറയാ ഈ എൻകോഡ് ചെയ്ത് എങ്ങനെയാണ് ഈ മെസ്സേജ് ഇതിന്റെ അത് കയറ്റാം എന്ന കാര്യം അവർ ചെക്ക് ചെയ്ത് കണ്ടെത്തിയിട്ട് അതിന്റെ അതിന് മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1999 ആ മെസ്സേജ് അവർ അതിന്റെ അത് കയറ്റിയതും എല്ലാം കണ്ടെത്തി എല്ലാം കാര്യം. അത് കഴിഞ്ഞ് ഒരു 10-15 വർഷം കഴിഞ്ഞ് 2012 നമ്മളെ മൈക്രോസോഫ്റ്റും വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഇവർ രണ്ടും കൂടി ചേർന്ന് ഒരു 200 MB ഫയൽ, 200 MB ഒരു HD ഒരു ഫയൽ, ഒരു വീഡിയോ സോങ്സിനെ ഈ നമ്മുടെ DNA-ക്കകത്ത് അവർക്ക് ഇൻസെർട്ട് ചെയ്തു, എൻകോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ ഡീകോഡ് ചെയ്തപ്പോൾ ഫയലിന് യാതൊരു പ്രശ്നം വരാതെ ചെയ്തു കിട്ടി. ഒരു മൈൽ സ്റ്റോൺ ആയി എന്നുവെച്ചാൽ ആ DNA സ്റ്റോറേജ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് മറ്റേ മൈക്രോസോഫ്റ്റും വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയും കൂടെ ചെയ്ത ആ ഒരു റിസർച്ചിൽ കണ്ടെത്തിയ ആ ഒരു റിസൾട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് ബൈനറി കോഡ്സ് ആണ്, പക്ഷേ ഒരു ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് ആവശ്യം. പക്ഷെ DNA-ക്ക് അങ്ങനെയല്ല. DNA-ക്ക് ഏതൊരു ഫയൽ നമ്മൾ അതിന്റെ 64 കോമ്പിനേഷൻ ഉണ്ട്. 64 കോമ്പിനേഷൻ നമ്മൾ ഓരോന്ന് നമ്മൾ ഇൻസെർട്ട് ചെയ്തില്ല എടുക്കുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് സ്പേസ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫയലിനെ നമുക്ക് ഒരു ചെറിയ 1 ഗ്രാം DNA-ക്ക് 512 petabytes ഡേറ്റ നമുക്ക് അതിന്റെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആലോചിക്കും എത്രത്തോളം നമുക്ക് ഒരു ഹ്യൂമൻ ബോഡി ആശയം ഒരു DNA-ക്കകത്ത് നമുക്ക് എത്ര ഫയൽസ് നമുക്ക് അതിന്റെ സ്റ്റോർ ചെയ്യാൻ പറ്റും. 2012 UK ഗവൺമെന്റിൽ അവിടുത്തെ റിസർച്ചേഴ്സ് 739 KB നമ്മളെ ഷേക്സ്പിയർ, അതായത് അറിയാമല്ലോ ഷേക്സ്പിയറിന്റെ പോയംസിനൊക്കെ DNA-യിൽ അവർ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ഡീകോഡ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, എന്താ പറയാ ഇങ്ങനെ DNA സ്റ്റോറേജ് DNA ഇങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ ഞാൻ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താണ്. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് ഇപ്പൊ തന്നെ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ അതിനൊരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് വെച്ചാൽ അതിന് തനിയായിട്ടൊരു അൽഗോരിതം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ DNA നമ്മൾ സ്റ്റോർ ചെയ്യില്ല. അപ്പൊ അതിനും തനിയായിട്ട് ഒരു അൽഗോരിതം അവർ സയന്റിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഒരു ഫയൽ ആയാലും ശരി, ഇപ്പൊ എന്തൊരു 2 GB 3 GB ഫയൽ ആയാലും ശരി, എത്ര വലിയ കൂടിയ ഫയൽ ആയാലും ശരി നമുക്ക് DNA-ക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്ത് അത് എവിടെയാണ് സ്റ്റോർ ആയിട്ടുണ്ട് എന്ന ലൊക്കേഷൻ കൂടെ നമുക്ക് അതിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ പറ്റും. ഒരു എറർസും ഇല്ലാതെ നമുക്ക് വെളി പുറത്തെടുക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ അൽഗോരിതം. ഈ അൽഗോരിതത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുക്കുന്ന DNA ഡേറ്റാസ് ഉണ്ട്. ഡേറ്റാസിനെ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ബൈനറി കോഡ്സ്. ഇപ്പൊ 0, 1 ഒക്കെയാണ് ബൈനറി കോഡ്സ്. അപ്പൊ അതായിട്ട് മാറ്റുന്നതാണ് ഈ അൽഗോരിതത്തിന്റെ പ്രധാന ഡ്യൂട്ടി. ഫേമസ് ആയ 2 സയന്റിസ്റ്റ് ഉണ്ട്. അവർ എർലിച്ച് ആൻഡ് സീലിൻസ്കി. ഇവർ രണ്ടുമാണ് ഈ DNA ഫൗണ്ടേഷൻ എന്നൊരു തിയറി കണ്ടെത്തി. ഇവരാണ് 1 ഗ്രാം DNA 215 petabytes ഡേറ്റാസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം ഒരു തിയറി ആയിട്ടാണ് ഇവർ ഫൗണ്ട് ചെയ്ത് ഇതിനെ നമുക്ക് അവർ പുറത്തിറക്കിയത്. അങ്ങനെയാണ് നമ്മൾ ഈ DNA സ്റ്റോറേജ് എന്നൊരു കാര്യം ഈ പുറം ലോകം അറിയുന്നത്.
ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വീഡിയോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ സോഴ്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരെയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. പിന്നെ ഒരു ഫൺ ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ DNA വെറും 2% മാത്രമേ നമ്മളെ നാച്ചുറൽ നമ്മുടെ ബോഡി കളർ എങ്ങനെ ഇരിക്കണം, നമ്മുടെ കണ്ണിന്റെ കളർ എങ്ങനെ ഇരിക്കണം എന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ആയിട്ടുള്ളത്. ബാക്കി 98% വേസ്റ്റ്. ആ ഡേറ്റാസ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നൊരു കാര്യമാണ് സത്യം. ഇനി അതില് നാളെ സമയം എന്താ പറയാ, കുറച്ച് വർഷത്തിനകത്ത് നമുക്ക് അതിന്റെ നമ്മൾ ആവശ്യമുള്ള ഫയൽസ്, നമ്മുടെ പേഴ്സണൽ ഫയൽസ്, നമ്മുടെ ഡേറ്റാസ് എല്ലാം കൂടെ നമുക്ക് DNA നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തോന്നുന്നു. എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ കൂടെ എനിക്ക് പറഞ്ഞു തരാം. അല്ല മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റിൽ അറിയിക്കുക. സ്റ്റേ ട്യൂൺ ടു നിലവറ. താങ്ക് യു.